കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. പലർക്കും അറിയാമായിരിക്കാം, എന്നാലും പലരുടെയും അറിവില്ലായ്മ അത് ചോദ്യമായിട്ട് വന്നത് കാരണമാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ദശാവതാരങ്ങൾ 10 അതായത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. എല്ലാ അവതാരങ്ങളും 1200 ദിവ്യവർഷങ്ങൾ. നമ്മളെ ഈ വർഷങ്ങളല്ല, ദിവ്യവർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ്റെ കണക്കിൽപ്പെട്ട ഒരുപാട് കാലാന്തരങ്ങൾക്ക് ശേഷമാണ് ഇത് വരിക. ഇടവിട്ടാണ് സംഭവിക്കുക. അത് തന്നെ സത്യയുഗത്തിൽ മത്സ്യവും, കൂർമ്മം, വരാഹം, നരസിംഹം 4 അവതാരങ്ങൾ സത്യയുഗത്തിൽ നടന്നു. പിന്നീട് വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ ഈ 3 അവതാരങ്ങളും ഒരുമിച്ച് ത്രേതായുഗത്തിലും, പിന്നെ ബലരാമൻ, ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിലും, കൽക്കി കലിയുഗത്തിലാണ് ഇനി അവതരിക്കുക. അങ്ങനെ 10 അവതാരങ്ങളാണ് മഹാവിഷ്ണുവിനുള്ളത്. അത് ആദ്യം തന്നെ മത്സ്യത്തിനെ പറ്റി പറയാം. മഹാവിഷ്ണുവിൻ്റെ ആദ്യ അവതാരമാണ് മത്സ്യം. വൈവസ്വത മനു എന്ന മനുവിൻ്റെ ഭരണകാലത്താണ് മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചത്. അതായത് ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്ന് വേദസംഹിതകൾ അപഹരിച്ചു. ഈ അസുരനെ വധിച്ച് വേദങ്ങളെ തിരിച്ചെടുക്കുന്നതിനായിട്ടാണ് മഹാവിഷ്ണു മത്സ്യാവതാരം കൈക്കൊണ്ടത് എന്ന് പറയപ്പെടുന്നു. വൈവസ്വതമനു സ്നാനാദി കർമ്മങ്ങൾക്കായി കൃതമാല നദിയിൽ ഇറങ്ങിയ നേരം ഒരു മത്സ്യം തന്നെ രാജാവിൻ്റെ കൂടെ കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടു. ദയാലുവായ രാജാവ് മത്സ്യത്തെ മൺകുടത്തിൽ വളർത്തി. കാലക്രമേണ മത്സ്യം വളർന്നു. മത്സ്യത്തെ ഗംഗാനദിയിൽ നിക്ഷേപിച്ചപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗംഗാനദിക്ക് മത്സ്യത്തെ വഹിക്കാൻ അശക്തയായി. ഒടുവിൽ മത്സ്യം രാജാവിനോട് 7 ദിവസത്തിനുള്ളിൽ മഹാപ്രളയം സംഭവിക്കുമെന്നും ഒരു തോണി നിർമ്മിച്ച് സപ്തർഷികളോടൊപ്പം രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മഹാപ്രളയ സമയത്ത് മത്സ്യത്തിന് മുളച്ച കൊമ്പിൽ തോണിയുമായി ഹിമവത് ശൃംഗത്തിലെത്തി മനുവും സപ്തർഷികളും ഏതാനും ബീജങ്ങളും മാത്രം അവശേഷിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ അവതാരം ഉണ്ടായത്. രണ്ടാമത്തെ അവതാരമായ കൂർമ്മം, മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരം. ദുർവാസാവ് മഹർഷിയുടെ ശാപം നിമിത്തം ജരാനര ബാധിച്ചുപോയ ദേവന്മാർ തങ്ങളുടെ ജരാനര പാലാഴി കടഞ്ഞെടുത്ത് അമൃതം ഭക്ഷിച്ചാൽ മാറുമെന്ന് മനസ്സിലാക്കി. അതിൻ പ്രകാരം ദേവന്മാർ അസുരന്മാരുടെ സഹായത്തോടു കൂടി പാലാഴി കടയാൻ തുടങ്ങി. മന്ദാര പർവ്വതം കടക്കോലും വാസുകി എന്ന സർപ്പം കയറുമാക്കിയായിരുന്നു പാലാഴി മദനം ആരംഭിച്ചത്. ഈ സമയം സമുദ്രത്തിൽ ആണ്ടുപോയ മഹന്തര പർവ്വതത്തെ ഉയർത്തി പൂർവ്വസ്ഥിതിയിലെത്തിക്കുന്നതിനായാണ് മഹാവിഷ്ണു കൂർമ്മ അവതാരം കൈക്കൊണ്ടത്. തൻ്റെ പുറത്തു താങ്ങി പർവ്വതത്തെ മേൽപോട്ടുയർത്തിയ അദ്ദേഹം ദേവാസുരന്മാരെ പാലാഴിമദനം പൂർത്തിയാക്കി അമൃതം നേടിയെടുക്കാൻ സഹായിച്ചു. അങ്ങനെ 2 അവതാരങ്ങൾ ആ സമയത്ത് സത്യയുഗത്തിൽ തന്നെയാണ്. മൂന്നാമത്തെ അവതാരമായ വരാഹം. മഹാവിഷ്ണുവിൻ്റെ ഗോപുരദ്വാരത്തിൽ നിന്നിരുന്ന 2 കിങ്കരന്മാരാണ് ജയനും വിജയനും. സനകാദി മഹർഷികൾ ഒരിക്കൽ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിനായി വൈകുണ്ഠത്തിൽ ചെന്നു. എന്നാൽ ജയവിജയന്മാർ ഇവരെ അനാദരിച്ചു. കോപിഷ്ഠരായ മഹർഷിമാർ അവരെ രാക്ഷസന്മാരായി മാറട്ടെ എന്ന് ശപിക്കുകയും ശേഷം 3 തവണ മഹാവിഷ്ണുവിനാൽ ഈ ജന്മങ്ങളിൽ നിഗ്രഹിക്കപ്പെട്ടാൽ ശാപമോക്ഷം ലഭിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്രകാരം കശ്യപ മഹർഷിക്കും ദിതിക്കും ജനിച്ച പുത്രന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അസുരന്മാരായി ജനിച്ച ജയവിജയന്മാർ ലോക പീഡ ചെയ്തു നടക്കാൻ തുടങ്ങി. ഒരിക്കൽ ഹിരണ്യാക്ഷൻ സമുദ്രത്തിലിറങ്ങി ഗദ കൊണ്ട് തിരമാലകളെ താടനം ചെയ്തുകൊണ്ടിരുന്നു.
ഭയചകിതനായ വരുണദേവൻ മഹാവിഷ്ണുവിന് അഭയം പ്രാപിക്കുകയും മഹാവിഷ്ണു വരാഹവേഷം കൈക്കൊണ്ട് സമുദ്രഭാഗത്തെത്തി മഹാവിഷ്ണുവിനെ കണ്ട നേരം ഹിരണ്യാക്ഷൻ ഭൂലോകത്തെ കയ്യിലേന്തി പാതാളത്തിലേക്ക് പലായനം ചെയ്തുവെന്നും വരാഹവേഷം പൂണ്ട മഹാവിഷ്ണു അവിടെ ചെന്ന് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂലോകത്തെ വീണ്ടെടുത്തും എന്നുമാണ് ഐതിഹ്യം. 4ാമത്തെ അവതാരം നരസിംഹാവതാരമാണ്. അത് സഹോദരനായ ഹിരണ്യാക്ഷൻ്റെ വധത്തെ തുടർന്ന് ഹിരണ്യകശിപു ഭയങ്കര ദേഷ്യത്തിലായി. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അതിവിചിത്രമായ ഒരു വരം വാങ്ങി. അതായത് മനുഷ്യനോ മൃഗമോ ആയുധങ്ങൾ കൊണ്ടോ പകലോ രാത്രിയോ ഭൂമിയിലോ ആകാശത്തോ പാതാളത്തിലോ വീടിനകത്തോ പുറത്തോ വെച്ചോ തന്നെ ആരും കൊല്ലരുത് എന്നായിരുന്നു ആ വരം. അസുരനായാലും വളരെ ബുദ്ധി ഉണ്ടായിരുന്നതാണ്. വരലബ്ധിയിൽ മതിച്ചു നടന്ന ഹിരണ്യകശിപുവിന് പരമ വിഷ്ണുഭക്തനായ പുത്രൻ ജനിച്ചു. വിഷ്ണുഭക്തിയിൽ തൻ്റെ പുത്രനായ പ്രഹ്ലാദനെ പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതോടെ പ്രഹ്ലാദനെ വധിക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ചു. തൂണിലും തുരുമ്പിലും വിഷ്ണു വസിക്കുന്നുണ്ടെന്ന് പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ട് കോപിഷ്ഠനായ ഹിരണ്യകശിപു ഒരു തൂണിൽ ഗദകൊണ്ട് തല്ലിയിട്ട് എവിടെ നിന്റെ മഹാവിഷ്ണു എന്ന് ചോദിക്കുകയും തത്സമയം ആ തൂൺ പിളർന്ന് മഹാവിഷ്ണു നരസിംഹമൂർത്തിയായി അവതരിച്ച് വാതിൽ പടിയിൽ വെച്ച ഹിരണ്യകശിപുവിനെ നഖങ്ങൾ കൊണ്ട് മാറു പിളർന്ന് വധിക്കുകയും ചെയ്തു. അങ്ങനെ ഇതെല്ലാം ഈ 4 അവതാരങ്ങളും സംഭവിച്ചത് സത്യയുഗത്തിലാണ്. സത്യയുഗത്തിൽ എന്ന് പറഞ്ഞാൽ അന്ന് നുണയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയം എന്നൊക്കെയാണ് പറയുക സത്യയുഗത്തിനെ പറ്റിയിട്ട്. ദേവകളെ ഭൂമിയിൽ ഇറങ്ങി നടക്കുന്ന സമയം എന്നൊക്കെ പറയാം. നമ്മൾ ഐതിഹ്യങ്ങളിൽ അങ്ങനെയാണ്. 5ാമത്തെ അവതാരമായ വാമനൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ 5ാമത്തെ അവതാരമാണ് മനുഷ്യരൂപം പൂണ്ട വാമനനാണ്. പ്രഹ്ലാദൻ്റെ ശാപപ്രകാരം മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി. പ്രഹ്ലാദൻ്റെ ശാപം കാരണം മഹാവിഷ്ണു, അതായത് മഹാബലി നന്നായിട്ട് ഭരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ശാപം കാരണം മഹാബലിയെ വടു ആയിരുന്നു വാമനൻ. അതായത് മഹാബലിയെ പാതാളത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവതരിച്ച വടു എന്ന ആയിരുന്നു. അതായത് അങ്ങനെ ഒരു ഭാഷയാണ് അതിന്. എന്താ പറയുക, ഈ ഭിക്ഷുകയുടെ വലിയൊരു ബ്രാഹ്മണ വേഷധാരി എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ദേവന്മാരെക്കാൾ വളർന്ന മഹാബലി ഭയപ്പെട്ട ദേവർ മഹാവിഷ്ണുവിനോട് സങ്കടമർപ്പിക്കുകയും മനുഷ്യരൂപത്തിൽ അവതരിച്ച് വിഷ്ണു വാമന വേഷത്തിൽ മഹാബലിയെ അടുക്കൽ ചെന്ന് തപസ് ചെയ്യുവാൻ 3 അടി മണ്ണ് ചോദിക്കുകയും ഇഷ്ടമുള്ള ഇടത്തു നിന്ന് അളന്നു കൊടുത്തോളാൻ മഹാബലി പറഞ്ഞത് കേട്ട് ഭീമാകാര രൂപം കൊണ്ട വാമനൻ ആദ്യം ഭൂമിയെയും രണ്ടാമത് ആകാശത്തെയും അളന്നെടുത്തിട്ട് അടുത്ത കാലടി വയ്ക്കുവാൻ സ്ഥലം ചോദിക്കുകയും അത് തൻ്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ അനുവദിച്ച് മഹാബലി മുട്ടുകുത്തി നിൽക്കുകയും ചെയ്തു. ഈ സമയം വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ദേവഭയം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കുന്നത്. പക്ഷേ മഹാബലി വളരെ എന്താ പറയുക, നാട്ടുകാർക്ക് ഏറ്റവും വളരെ നല്ല ഭരണാധിപനായിരുന്നു, പ്രജാതൽപരനായിരുന്നു. എന്നാലും ഓരോ കാര്യകാരണങ്ങൾ കാരണം അങ്ങനെ സംഭവിച്ചു. പിന്നെ 6ാമത്തെ അവതാരം പരശുരാമനാണ്. പരശു ആയുധമാക്കിയ ഭാർഗവപുത്രനാണ്. രാമനെ പരശുരാമൻ എന്നാണ് വിളിക്കുന്നത്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ ഗുരുവായും ദ്വാപരയുഗത്തിൽ ഭീഷ്മരുടെയും പിന്നീട് കർണൻ്റെയും ഗുരുവായും ആയോധന കലകൾ അഭ്യസിപ്പിച്ചിരുന്നു രാമൻ. ഇതിഹാസങ്ങളിലും പിന്നീട് വന്ന ഇതിഹാസങ്ങളുടെ പുനർവായനയിലും ഒക്കെ വിവാദ പുരുഷനായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതായത് ആൾ വളരെ പിതാഭക്തിയുള്ള ആളായിരുന്നു. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് സ്വന്തം അമ്മയുടെ കഴുത്തറുത്ത് കൊന്നു എന്നതിലൂടെയാണ് ഇതിഹാസങ്ങളിൽ രാമൻ വിവാദ പുരുഷനാവുന്നത്. പക്ഷേ തൻ്റെ പിതാവായ ജമദഗ്നിയെ
വധിച്ചതിൻ്റെ പക തീർക്കാനായി പരശുരാമൻ 21 വട്ടം ക്ഷത്രിയ വംശനിഗ്രഹം നടത്തിയതായി പറയപ്പെടുന്നു. ഹൈന്ദവ പുരാണ പ്രകാരം സപ്ത ചിരഞ്ജീവികളിൽ ഒരാളും വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒരാളുമാണ് പരശു ആയുധമാക്കിയ പരശുരാമൻ. അങ്ങനെയാണ് നമ്മൾ ഐതിഹ്യങ്ങൾ പറയുന്നത്. പരശു എറിഞ്ഞിട്ടാണ് നമ്മൾ കേരളം ഉണ്ടായത് എന്നൊക്കെ ഉള്ള ഉത്ഭവ കഥകൾ വേറെ. പിന്നെ 7ാമത്തെ അവതാരം ശ്രീരാമനാണ്. അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥന് പട്ടമഹിഷിയായ കൗസല്യയിൽ ജനിച്ച ആദ്യ പുത്രനാണ് രാമൻ. ഹിന്ദുമതത്തിൽ രാമനെ മര്യാദാപുരുഷോത്തമനായിട്ട് കരുതുന്നു. ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതാദേവിയാണ് പത്നി. ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരായിരുന്നു രാമൻ്റെ സഹോദരന്മാർ. ദശരഥൻ കൊടുത്ത വരൻ മുൻനിർത്തി തൻ്റെ മകനായ ഭരതൻ രാജാവാകണം എന്നുള്ളതും 14 വർഷത്തെ രാമൻ വനവാസത്തിന് പോകണം എന്നുള്ളതും കൈകേയിയുടെ ആവശ്യപ്രകാരമായിരുന്നു. പത്നി സീതയ്ക്കും അനുജൻ ലക്ഷ്മണനുമൊപ്പം താത ശാസന അനുസരിച്ച് രാമൻ 14 വർഷത്തെ വനവാസത്തിന് പോയി. അതിലും കാര്യകാരണമുണ്ടല്ലോ. വനവാസത്തിനിടയ്ക്ക് രാക്ഷസ രാജാവായ ലങ്കേശ്വരൻ രാവണ സീതയെ അപഹരിക്കുകയും ക്ലേശകരവും ശ്രമകരവുമായ നീണ്ട തിരച്ചിലിനു ശേഷം ഹനുമാൻ, സുഗ്രീവൻ എന്നിവരും ശക്തമായൊരു വാനരപ്പടയും ഒരുമിച്ച് സേതുബന്ധനം നടത്തി ലങ്കയിലെത്തിച്ചേർന്ന രാമൻ ഘോരയുദ്ധത്തിനൊടുവിൽ രാവണനെ നിഗ്രഹിച്ച് സീതയെ വീണ്ടെടുക്കുകയും ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ രാമൻ്റെ കിരീടധാരണം നടക്കുകയും അയോധ്യയിലെ രാജാവായി അവരോധിക്കുകയും ചെയ്തു. ഇനി 8ാമത്തെ, ഇതുവരെ ഉണ്ടായത് സത്യയുഗത്തിലും ത്രേതായുഗത്തിലുമായിരുന്നു. ഇനി ദ്വാപരയുഗത്തിലെ അവതാരങ്ങളാണ്. 1 ബലരാമൻ, അതായത് 8ാമത്തെ ബലരാമൻ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമാണ്. ബലരാമൻ, ബാലദേവൻ, ബാലഭദ്രൻ, ഹലായുധൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ബലരാമനെ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായാണ് പുരാണങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിയായ ബലത്തോടു കൂടിയവരും സർവരെയും ആകർഷിക്കുന്ന സ്വരൂപത്തോടു കൂടിയവരുമായതുകൊണ്ടാണ് ബലരാമൻ എന്ന് പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. വൈദിക സാഹിത്യത്തിലെ ഇന്ദ്രൻ പരിവർത്തനം വന്ന കൃഷിക്കാർക്ക് രാമനായി തീരുകയും പൂർവ്വ ഭാരതത്തിൽ ദാശരഥി രാമനായും പശ്ചിമ ഭാരതത്തിൽ ബലരാമനെയും സ്വീകരിക്കപ്പെട്ടിരുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമാകുമ്പോഴും ബലരാമൻ അനന്തൻ്റെ അവതാരമായി കരുതിപ്പോരുന്നു. ത്രേതായുഗത്തിലെ അനന്തൻ്റെ അവതാരമായ ലക്ഷ്മണനു ശേഷം ദ്വാപരയുഗത്തിൽ ഭഗവാനു ജ്യേഷ്ഠനായി പിറന്നുവെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതായത് ത്രേതായുഗത്തിൽ രാമൻ്റെ അനിയൻ ലക്ഷ്മണനായിട്ട് അനന്തൻ പിറന്നു. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഏട്ടനായിട്ട് ബലരാമനായിട്ട് പിറന്നു എന്ന്. 9ാമത്തെ അവതാരം ശ്രീകൃഷ്ണനാണ്, നമ്മളെ ഗുരുവായൂരപ്പൻ. മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. വാസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായി കാരാഗ്രഹത്തിലാണ് കൃഷ്ണജനനം. അമ്മാവനായ കംസനെ വധിക്കുന്നതിന് ദേവകി പുത്രനായിരിക്കുമെന്ന അശരീരിയാണ്. അതുകൊണ്ട് അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടാൻ കാരണം. പക്ഷേ വിധിയുടെ അലംഘനീയമായതുപോലെ കൃഷ്ണൻ ഭൂജാതനാകുകയും കംസൻ കൊല്ലപ്പെടുകയും ചെയ്തു. കൃഷ്ണൻ്റെ കൈകളാൽ ധാരാളം അസുരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാണ്ഡവരുടെ ഉറ്റമിത്രമായിരുന്ന കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പലപ്പോഴും അവരെ അകമഴിഞ്ഞ് സഹായിക്കുകയുണ്ടായി. അർജുനനെ യുദ്ധപ്രാപ്തനാക്കുന്നതിന് വേണ്ടി യുദ്ധമുഖത്ത് വെച്ച് അദ്ദേഹം ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെയൊക്കെ വിശദ കഥകളൊക്കെ വേറെ കാര്യങ്ങളാണല്ലോ. താങ്ങാനാവാത്ത ഭാരത്താൽ വശംവദയായ ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രകാരം മർത്യലോകത്തെ ശുദ്ധീകരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ അവതരിച്ചത്. ഇനിയാണ് ഏറ്റവും പ്രധാനമായ 10ാമത്തെ അവതാരം കൽക്കി. നമ്മളെ ഈ ജീവിക്കുന്ന കലിയുഗത്തിൽ എവിടെ ജനിക്കുമെന്നൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അവസാനത്തെ അവതാരമാണ്. നാസ്തികരായി
ശീലഗുണമില്ലാത്തവരായി ജീവിക്കുന്ന ലോകം അധർമ്മങ്ങളായ പ്രവർത്തികളെ കൊണ്ട് നിറയുകയും ചെയ്യുകയും ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണു വിഷ്ണു യശസ്സിൻ്റെ പുത്രനും യാജ്ഞവൽക്യ പുരോഹിതനുമായ കൽക്കിയായി അവതരിച്ച് ദുഷ്ടനിഗ്രഹം നടത്തും. പ്രജകളെ ചാതുർവർണ്ണ്യത്തിലും നാലാശ്രമങ്ങളിലും സനാതന മാർഗത്തിലും തിരികെ കൊണ്ടുവന്ന് യഥോചിതമായ മര്യാദ നിലനിർത്തും. ശേഷം കൽക്കി അവതാരം ഉപേക്ഷിച്ച് സ്വർഗാരോഹണം നടത്തും. അനന്തരം കലിയുഗം അവസാനിക്കും. പിന്നെ കൃതയുഗം ആരംഭിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ദശാവതാരത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കിട്ടിയ അറിവനുസരിച്ച് കേട്ട ആളുകൾ കേൾക്കുക, കേൾക്കാത്തവർ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.